നമസ്കാര, എൻ്റെ പേര് ഗായത്രി എന്നാണ്. ഇതെൻ്റെ ഭർത്താവാണ് ശ്രീകാന്തേട്ടൻ. നമസ്കാര. ഞാനിവിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ സീനിയർ റെസിഡൻ്റായിട്ട് ജോലി ചെയ്യുകയാണ്. 6 മാസമായി ആൻഡമാനിൽ വന്നിട്ട്. ചേട്ടൻ എൻജിനീയറാണ്. അമൃതപുരിയിൽ MTech കഴിഞ്ഞിട്ട് ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടിക്സിൽ ഹട്ട് ലാബ്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ആൻഡമാനിലോട്ട് ഇപ്പോൾ വന്നിട്ടിപ്പോൾ 6 മാസമായി. ഇപ്രാവശ്യം ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ദുർഗാപ്രസാദ് സ്വാമിയെ പരിചയപ്പെട്ടത് ആശ്രമത്തിൽ. അപ്പോൾ ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ചിട്ട് സഹസ്രനാമാർച്ചനയും ഭജനയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമൃതപുരിയിൽ നിന്ന് വിവിക്താമൃത ചൈതന്യ സ്വാമിജി വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ ആശ്രമത്തിൽ പൂജ ചെയ്യുന്ന സ്വാമിയാണ് വിവിക്താമൃത ചൈതന്യ സ്വാമിജി. ഇന്നല്ലോ കാർത്തിക നാള്, എന്നമ്മ പിറന്ന നാള്, സൗന്ദര്യം വിളങ്ങും നാള്, സന്തോഷം പൂക്കും നാള്. അപ്പോൾ സ്വാമിജിയുടെ കൂടെ ഇപ്പം ഞങ്ങളൊരു 2-3 ദിവസമായിട്ട് പൂജ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ആൻഡമാനിൽ നിന്ന് തന്നെ മിഡിൽ ആൻഡമാനിലുള്ള, അതായത് ഒരു 100 കിലോമീറ്ററിലധികം ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശമുണ്ട് രംഗത്ത്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു വീട്ടിൽ പൂജ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇന്നിവിടെ ധന്വന്തരി ഹവനം നടത്തി. അപ്പോൾ അതിലൊക്കെ ഒരു സ്വാമിയുടെ കൂടെ നിന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടനും അമൃതപുരിയിൽ സ്വാമിയുടെ കൂടെ കുറച്ച് കാലം കളരിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. കളം വരയ്ക്കാനും സേവ ചെയ്യാനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാമി ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം അമ്മയുടെ കൃപയായിട്ട് കരുതുന്നു. എല്ലാവർക്കും ഇവിടെ അമ്മയുടെ കൃപയുടെ ഒരുപാട് ആവശ്യമുണ്ട്, ഞങ്ങൾക്കും. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.